തല ഇസ് ബാക്ക് മാമേ. തല എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് അജിത്ത് തന്നെ പറഞ്ഞത്. പക്ഷേ തൽക്കാലം തല എന്ന് ഒരു വട്ടം വിളിക്കാം. അജിത്ത് ആദിക് രവിചന്ദ്രൻ കോംബോയിൽ ഡെയർ ഡെവിൽ വരികയാണ്. അജിത് കുമാർ 64 is titled ഡെയർ ഡെവിൽ. കഴിഞ്ഞ ദിവസം വൈകുന്നേരമോടുകൂടിയാണ് ഈ അനൗൺസ്മെൻറ്റ് പുറത്തു വന്നത്. ഈ അനൗൺസ്മെൻറ്റ് പുറത്തു വരുമ്പോഴേക്കും പല ഡൈസ്, ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട്, ഡെയർ ഡെവിൽ എന്ന ഡൈസുകളുടെ പുറത്ത് എഴുതി വയ്ക്കുന്നു എന്നുള്ളൊരു ടൈറ്റിൽ പോസ്റ്റാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. അജിത് കുമാറിൻ്റെ ലുക്കൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തതുമില്ല. 5:41 വൈകുന്നേരം ഈ പോസ്റ്റർ വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകനിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ആദിക് രവിചന്ദ്രൻ വരുമ്പോൾ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയാണ് ആദിക് അജിത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത്. ആദിക് ആവട്ടെ ഒരു കട്ട അജിത് ഫാൻ ബോയ്, ഏറ്റവും വലിയൊരു അജിത് ഫാൻ ബോയ്. ഞാൻ പറയുന്നത് ഗുഡ് ബാഡ് അഗ്ലി കണ്ടവർക്കറിയാം. ഗുഡ് ബാഡ് അഗ്ലി ഒരു അൾട്രാ മാസ് സ്പൂഫ് പടമാണ്. ആ സിനിമ കണ്ട എല്ലാവർക്കും അതൊരു പക്കാ സ്പൂഫ് ഐറ്റം. അത് തനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐഡലിനെ വെച്ചൊരു പക്കാ സ്പൂഫ് ഐറ്റം ഒരു തിയേറ്ററിൽ മാസ് എൻ്റർടൈനറാക്കി മാറ്റിയെടുത്ത ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയൊരു പടവും കൂടിയാണ് ഗുഡ് ബാഡ് അഗ്ലി പേഴ്സണലി ഫോർ മീ. ഗുഡ് ബാഡ് അഗ്ലി ഇപ്പോൾ പോയി ടി വി കാണാൻ പറഞ്ഞാൽ വീണ്ടും കാണും. കാരണം അത്രയ്ക്ക് ഹൈ തന്ന ഒരു പടം. ഓരോ സീനിലും ഹീറോ എലിവേഷൻ, എക്സെപ്റ്റ് ഫോർ ഒരു 1-2 സെൻറ്റിമെൻ്റൽ സീനുണ്ട്. അതിൽ മാത്രം അജിത്തിനെ സാധാരണയായി പ്ലേസ് ചെയ്ത് ഒഴിച്ചു നിർത്തിയ ഓരോ സീനിലും, സാധാരണ ഒരു നായകൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സീൻ നായകൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുണ്ടാവും, ബാക്കിയൊക്കെ സാധാരണ പോലെ ട്രീറ്റ് ചെയ്യും. ഇതങ്ങനെ ഓരോ സീനിലും അജിത്തിന് കൊടുക്കുന്ന ബിൽഡപ്പ്, ഹൈപ്പ്, ചുറ്റുമുള്ളവരൊക്കെ തന്നെ അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു വലിയ എന്താ പറയുക, ഒരു ഭയങ്കര ഭൂം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ഭൂമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കിക്ക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അജിത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സിനിമകൾ തിയേറ്ററിൽ വലിയ വിജയം ഉണ്ടാകുന്നില്ല. വിശ്വാസമൊക്കെ അടിച്ചതിന് ശേഷം തുനിവ് പരാജയപ്പെടുന്നു. തുനിവ് വലിയ ഹിറ്റൊന്നും ആയില്ല. തുനിവൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ്. വലിമയും ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ്. പക്ഷേ എച്ച് വിനോദുമായിട്ടുള്ള 2 സിനിമകൾ, തുനിവാകട്ടെ വലിമയാവട്ടെ, സിറുത്തെ സിവയുടെ കൂടെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തു. അതിൽ കുറച്ച് വിജയിച്ചു, ബാക്കി പരാജയപ്പെട്ടു. അങ്ങനെ അജിത്ത് ഒരുമാതിരി ഒരു കരിയറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫാൻ ബോയ് എന്ന് പറയുന്നത് നാ ഇറുക്കെ ഞാൻ തലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് വേണ്ടി ഗുഡ് ബാഡ് അഗ്ലി ചെയ്ത് കൊടുക്കുന്നത്. ഇത് എങ്ങനെ അജിത്തിനെ കാണണം, റെട്രോ പടങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായ എന്താ പറയുക, നമുക്ക് തോന്നുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് നൊസ്റ്റാൾജിക് പരിപാടി അടിക്കുന്ന രീതിയിൽ ഈ സിനിമയിൽ വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അജിത്ത് വീണ്ടും പറഞ്ഞത് തമ്പി ഒരു വട്ടി കൂടെ പണ്ടലാമ എന്ന് പറഞ്ഞിട്ട് ആദിക് രവിചന്ദ്രൻ്റെ കൂടെ ഒരു സിനിമ കൂടെ ചെയ്യുന്നതും ആൻഡ് ടൈറ്റിൽഡ് ആസ് ഡെയർ ഡെവിൾ. ഇത്തവണ GVP അല്ല മ്യൂസിക്. അതിലെനിക്കൊരു നല്ല വിഷമമുണ്ട്. കാരണം GVP ചെയ്ത് വെച്ച സാധനമുണ്ട് ഗുഡ് ബാഡ് അഗ്ലിയിൽ. BGMs, സോങ്സ്, തന്ന കിക്ക്, തിയേറ്ററിൽ കിട്ടിയ കിക്ക്, ഇന്നും ആ BGM ഒക്കെ ഇങ്ങനെ മണ്ട മേലെ ഓടിയിട്ടിരിക്കുക പറയത്തില്ലേ, ആ ഐറ്റമാണ്. ആ കിക്ക് കിട്ടിയതിന് എന്തിനാണ് GVP മാറ്റിയത് എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അനിരുദ്ധാണ് വരുന്നത്, അതുകൊണ്ട് വിഷമമില്ല. അനിരുദ്ധാണ് വരുന്നത്. ഒരു പക്ഷേ അനിരുദ്ധിൻ്റെ ഭാഗത്തു നിന്നും ഒരു പക്ക കിക്കാസ് ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അജിത്തിനും അനിരുദ്ധും കൂടെ വന്ന സിനിമ വിടാമുയർച്ചയാണ്. വിടാമുയർച്ചയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു കേട്ടോ. ഞാൻ അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. വിടാമുയർച്ചയിൽ അനിരുദ്ധിൻ്റെ ആൽബംസ് ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ പത്തിക്കിച്ചൊക്കെ ഭയങ്കര സെൻസേഷനായിരുന്നു മാറിയിരുന്നു. ഇപ്പോഴും ആളുകൾ ലൂപ്പിലടിച്ച് കേൾക്കുന്നതാണ്. പക്ഷേ ഇവിടെ വൈ ദാറ്റ് ചേഞ്ച് ഇൻ മ്യൂസിക് ഡയറക്ടർ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. ബട്ട് അനിരുദ്ധ് വരട്ടെ. അനിരുദ്ധാണ് വരുന്നത്. ശാലിനി അജിത് കുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതായത് അജിത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രൊഡക്ഷനും ഇത് ഏറ്റെടുക്കുന്നത്. ഞാൻ പറയുന്നത് അതൊരു പക്ഷേ ആദിക്കിനോടുള്ള വിശ്വാസവും കൂടെ കൊണ്ടായിരിക്കാം. ആദിക് എന്ന് പറയുന്ന സംവിധായകൻ ചെയ്തു വെച്ച സിനിമകൾ, ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, പ്രഭുദേവ ചിത്രമൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് റിലീസ് ചെയ്ത മാർക്ക് ആൻ്റണിയെ കുറിച്ച് മാത്രം സംസാരിക്കാം. മാർക്ക് ആൻ്റണി വിശാലിനെ SJ സൂര്യനെയും വെച്ച് തന്ന ഒരു പെട്ട ഐറ്റം, തിയേറ്ററിൽ തന്ന ഒരു കിക്കാസ് പടം ഏതായിരുന്നു മാർക്ക് ആൻ്റണി. മാർക്ക് ആൻ്റണി കണ്ടവർക്ക് മനസ്സിലാവും, അത് തിയേറ്ററിൽ കണ്ടവർക്ക് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ ലോജിക്കൊന്നും നോക്കരുത്. തിയേറ്ററിൽ പോയി ഒരു പക്ക മാസ് കമേഴ്ഷ്യൽ ഐറ്റം ഈ കാണാതിരിക്കുന്നവർക്ക് മാർക്ക് ആൻ്റണി വാസ് സച്ച് എ ഫീസ്റ്റ്. ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയ്ക്ക് ശേഷം അജിത്തിനെ വെച്ച് ഇമാതിരി സാധനം ചെയ്തു കഴിഞ്ഞാൽ ആദിക്കിന് വേറെ, കാരണം ആദിക്ക് ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ അജിത് കുമാറിനെ വെച്ചൊരു പടം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ്? ഇനി എങ്ങനെയായിരിക്കും അജിത്തിനെ ട്രീറ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കും വരിക? കാരണം ഞാനിത് എന്തുകൊണ്ട് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നു എന്ന് വെച്ചാൽ,
തമിഴ്നാട്ടിൽ സ്റ്റാർസ് എന്ന് പറയുന്ന സംഭവം കുറഞ്ഞു വരികയാണ്. ഇപ്പം വിജയ് ഇപ്പോൾ ഫ്രെയിമിലില്ലല്ലോ, വിജയ് ഇപ്പോൾ ഫ്രെയിമിൽ നിന്ന് പുറത്തായി. ഇനിയുള്ളത് സൂര്യ, അജിത്ത്, രജനി, കമൽ തുടങ്ങിയ ആളുകൾ മാത്രമാണ് ലൈക്ക് സൂപ്പർ സ്റ്റാർസ് എന്ന രീതിയിൽ പറയാനുള്ളത്. അതിലിപ്പോൾ സൂര്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത പടമായിട്ട് ഒരു ഫീൽ ഗുഡ് പടമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അതൊരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എന്ന് പറയുന്നത് കുറവാണ്. ആ കുറവ് നികത്തുക എന്ന് പറയുന്നത് അജിത്ത് ട്രാക്കിലേക്ക് വരണം, റേസ് ട്രാക്കിലേക്കല്ല, ഈ ട്രാക്കിലേക്ക്, സിനിമ ട്രാക്കിലേക്ക് അജിത്ത് വരണം. അങ്ങനെ അനൗൺസ്മെൻറ്റ് കൂടെ വരുന്ന ഒരു സമയം കൂടെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഭയങ്കര ഹൈപ്പ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഒരു പക്ഷേ അജിത്തിൻ്റെ ലുക്കൊക്കെ വരുമ്പോഴേക്കും അത് കൂടുതൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇന്നലത്തെ ഒരു ടൈറ്റിൽ പോസ്റ്റർ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എക്സാനിലും ഒക്കെ തരംഗമായി മാറിയിരിക്കുകയാണ് ഈ ഡെഡ്ലി കോംബോ തിരികെ വരുമ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.